1945 ഡിസംബർ 24 ക്രിസ്തുമസ് രാവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വെസ്റ്റ് വിർജീനിയയിലെ ഫയറ്റവില്ലയിലെ സോഡർ വസതിയിൽ തീപിടുത്തമുണ്ടായി. അക്കാലത്ത് ജോർജ് സോഡറും ഭാര്യ ജെന്നിയും അവരുടെ 10 മക്കളിൽ 9 പേരും അവിടെ ആയിരുന്നു താമസം. തീപിടുത്തത്തിനിടെ ജോർജും ജെന്നിയും 9 കുട്ടികളിൽ 4 പേരും രക്ഷപ്പെട്ടു. മറ്റ് 5 കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടില്ല. കാണാതായ 5 കുട്ടികളും ജീവിച്ചിരിപ്പുണ്ടെന്ന് രക്ഷപ്പെട്ട സോഡർ കുടുംബം അവരുടെ ജീവിതകാലം മുഴുവൻ വിശ്വസിച്ചു. സോഡേഴ്സ് അതിനുശേഷം വീട് പുതുക്കി പണിഞ്ഞില്ല, പകരം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അവിടമൊരു സ്മാരക ഉദ്യാനമാക്കി മാറ്റി. 1950കളിൽ കുട്ടികൾ മരിച്ചതായി സംശയം തോന്നിയതിനാൽ ആ കുടുംബം സ്റ്റേറ്റ് റൂട്ട് 16-ൽ 5 പേരുടെ ചിത്രങ്ങളുള്ള ഒരു പരസ്യബോർഡ് സ്ഥാപിച്ചു. എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തു. ജീവിച്ചിരിക്കുന്ന അവരുടെ അവസാനത്തെ മകളായ സിൽവിയ അവരുടെ പേരക്കുട്ടികൾക്കൊപ്പം 21ാം നൂറ്റാണ്ടിൽ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഈ കേസ് പരസ്യപ്പെടുത്തുന്നത് തുടർന്നു. എന്നാൽ ഇന്നിതുവരെ അതിന് തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല.